ഗബ്രി ജാസ്മിൻ ഇതിൻ്റെ ഇടയിൽ അഫ്സലിൻ്റെ കമൻറ്റ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. കാരണം അഫ്സൽ കർമ്മ പുറത്ത് അഫ്സൽ ഇതിൻ്റെ 10 മടങ്ങ് പെയിൻഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇത് സൊസൈറ്റിയിൽ പല ആൾക്കാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് എ പ്യുവർലി ടോക്സിക് റിലേഷൻഷിപ്പ്. കാരണം 2 ബെസ്റ്റ് ഫ്രണ്ട്സ്, അതിലൊരാൾക്ക് ഒരാളോട് ആത്മാർത്ഥ സ്നേഹം, മറ്റൊരാൾക്ക് ഇയാളോട് സ്നേഹമില്ല, പ്യുവർലി ഫ്ലേർട്ടിംഗ് ആണ്. പക്ഷേ യൂസ് ചെയ്യുന്ന വേർഡ്സുകളും പ്രവർത്തികളും എല്ലാം ആസ് എ ലവർ പ്രവർത്തിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഗബ്രി പറയുന്ന പോലെ തന്നെ അയാൾ പറയുന്നത് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കുലർ സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ആയിരിക്കും. ഈ സ്റ്റാർട്ടിങ് തന്നെ ആകുമ്പോഴും പാർട്ടിക്കുലർ സ്റ്റേജിലാണെങ്കിലും ഇവർ ഹോപ്പ് കൊടുക്കുന്ന രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. കാരണം ലവ് യു പറയും, ഭയങ്കര കെയർ കൊടുക്കും, ആൻഡ് അയാളാണ് എല്ലാം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഹോപ്പാണ്, ഇന്നെങ്കിലും അയാൾ മാറ്റി പറയും. കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈകൾ നടത്തുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഹോപ്പ് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ അതിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ 2 പേരും ഒരേ സ്റ്റാൻഡിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പോകും. അല്ലാതെ വേറെയുള്ള സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ മാതിരി ഓപ്പോസിറ്റ് പേഴ്സൺ ഭയങ്കര ജെന്യുവൻ ആയിട്ടും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും. വൺ സൈഡ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വൺ സൈഡ് ലവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ കൊടുക്കുന്നുണ്ട്, ഇയാൾ അതിനകത്തേക്ക് ഭയങ്കര അഡിക്റ്റ് ആവുന്നു, അയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാത്തിലാണെങ്കിലും അയാളെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. എന്നിട്ട് എൻഡിൽ വരുമ്പോൾ ഈ ഗബ്രി പറഞ്ഞ മാതിരി കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ആ ഒരു ടൈം പീരീഡ് വരെ ഈ പാർട്ട്ണറെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു. എന്നിട്ട് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ, നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, പിന്നെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ അത് പ്രശ്നമായി ഈ ആളെ മെന്റലി ഡൗൺ ആക്കി നശിപ്പിച്ചു പണ്ടാരടക്കി പോകുന്നു. ആൻഡ് തേർഡ് കേസ് ഈസ് ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, എന്നിട്ട് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് വരുമ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഗബ്രി കാണിക്കുന്ന പോലത്തെ ഈ പരിപാടിയിൽ വീഴുന്നു. ഈ തേർഡ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളോട് നമുക്ക് ഒരു രീതിയിലുള്ള സ്നേഹമോ അലിവോ അയ്യോ എന്നുള്ളത് തോന്നില്ല. കാരണം അയാൾക്ക് കർമ്മയാണ് കിട്ടിയത്. ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ട് അയാളെ ചതിച്ചിട്ട് ഇയാൾ വേറൊരാളുടെ അടുത്ത് നിന്ന് പോയപ്പോൾ പൊട്ടനെ എട്ടൻ ചതിച്ചപ്പോൾ എട്ടനെ ദൈവം ചതിച്ചു എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ ഗബ്രിയും കാണിക്കുന്ന ഈ ഷോ, ഈ ഒരു കോംബോ, ഈ ഒരു ലവ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം, പുറത്ത് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമാണെന്ന് പറയാം, എല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഹോപ്പും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് റിയലി ടോക്സിക് റിലേഷനാണ്. ജാസ്മിനെ പോലെ തന്നെ ഈ സ്റ്റേജിൽ കൂടെ പോകുന്നവർക്ക് ഇതിന് ഊരി പോരാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര അഡിക്റ്റ് ആവും, മാറി നിൽക്കാൻ പറ്റില്ല, മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാരണം കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവത്തിനെ വളരെ ലോ ആക്കി കണ്ടിട്ട് ബാക്കി നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പട്ടി ഷോ കാണിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജെനുവൻ ആയതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും അയാൾ വീണു പോകും. ഇപ്പം ജാസ്മിന് 7 വീക്സ് പോയി എന്നുള്ള കാര്യവും ഫ്രണ്ട്സിന് മേലെ ഒരു സംഭവത്തിലൂടെ പോവില്ല എന്നും ആള് അടാറ് തെറ്റിയിരിക്കുകയാണ്. റസ്മിൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നീ നോ പറഞ്ഞിടത്ത് നോ പറയാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ, നിൻ്റെതേ സ്റ്റാൻഡിൽ നിൽക്കാതെ അവൻ പറഞ്ഞ് നിന്നോണ്ടാണ് ഈ ഒരു വിഷയം വന്നത്. അവൻ്റെ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ആ ഒരു കോംബോ തൊലയ്ക്കാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല ജാസ്മിൻ, പക്ഷെ തൊട്ടുരുമയ്ക്ക് ഇരിക്കുക എന്നുള്ള രീതിയിൽ അവൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ ജാസ്മിൻ മൂക്കും കുത്തി വീണു. ഇപ്പോൾ ജാസ്മിൻ എല്ലാം നഷ്ടപ്പെട്ടു.